കരിമ്പൻ ജ്യൂസ് അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ 20 രൂപ കൊടുത്തിട്ട് ഗ്ലാസ് കുടിച്ചിട്ട് പോകരുത്. പക്ഷെ അത് ശ്രദ്ധിക്കണം അവരെന്നാ ചെയ്യുന്നതെന്ന്. ഈ കരിമ്പങ്ങ് കയറ്റി വിടും, ഈ മെഷീൻ നിൽക്കില്ല. നമ്മൾ ചില സമയത്ത് യാത്ര ചെയ്ത് പോകുമ്പോൾ ഓർക്കും ഇവന്മാർക്ക് ബുദ്ധിയില്ല, ഇത് ഓഫാക്കി ഇട്ടാൽ പോരെ എന്നൊക്കെ ചിന്തിക്കും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ജീവിതമാണ് ബംഗാളി പിള്ളേർ കാണിച്ചു തരുന്നത്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അതിങ്ങനെ അരച്ചുകൊണ്ടിരിക്കും. നമുക്ക് ജ്യൂസ് ആവശ്യമാണോ? ഈ കരിമ്പ് ഈ ജീവിതത്തെ അതിൻ്റെ അകത്തേക്ക് കയറ്റി വിടും, അരയ്ക്കും. കർത്താവിനോട് നമ്മൾ പറയും, കർത്താവേ അരഞ്ഞു കേട്ടോ, 10-ാം വയസ്സിൽ കിട്ടിയ വേദനയാണ്, മതി, ചാറ് പറ്റി. അപ്പോൾ ഈശോ പറയും ഒന്നും ആയിട്ടില്ല. ആ കരിമ്പ് ഒന്നുകൂടെ മടക്കും, മടക്കിയിട്ട് ഈ മെഷീൻ്റെ അകത്തേക്ക് വെക്കും, ഒന്നും കൂടെ അരയ്ക്കും. 20-ാം വയസ്സിലെ സങ്കടം, ആ സങ്കടം തീർന്ന് കർത്താവെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട, ഈ യുവത്വത്തിൽ അനുഭവിക്കേണ്ട വേദനയെല്ലാമായി എന്ന് പറയുമ്പോൾ ഈശോ അതൊന്നുകൂടെ മടക്കും, എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് വെക്കും. 45-ാം വയസ്സിൽ അടുത്ത സങ്കടം, ചാറ് പറ്റി. കർത്താവെ ഇനി പറ്റൂല, ഇനി പറ്റൂല, തീർന്നു, ഇനി എങ്ങോട്ടെങ്കിലും കളയാനുള്ളൂ, വല്ല ശവക്കുഴിയിലും കൊണ്ട് കളയാനുള്ളൂ, ചാറ് പറ്റി. നോ ഈശോ അപ്പോൾ പറയും, ഈശോ അപ്പോൾ ഒന്നും പറയില്ല. ഒരു സാധ്യതയില്ലാന്ന് തോന്നുമ്പോഴത്തേനും ഈശോ ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം നാരങ്ങ ഇതൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെക്കും. നിൻ്റെ അകത്തുനിന്ന് ഇനിയും സാധ്യതയുണ്ടെന്ന് പറയും, ഒന്നുകൂടെ കയറ്റിവിടും, അരച്ച്. ഒരു 70 വയസ്സിലോ 80 വയസ്സിലോ 100 വയസ്സിലോ നിങ്ങൾ മരിക്കുമ്പോൾ ചാറ് എടുക്കാൻ ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ ചിലപ്പോൾ ജീവിതം ഈശോ അങ്ങനെ ചില സഹനങ്ങളിലൂടെ കടത്തി വിട്ടേക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ എപ്പോഴും ഉറച്ച് വിശ്വസിച്ചേക്കുക, നിങ്ങളെക്കുറിച്ച് കരുതലില്ലാത്ത ഒരപ്പനല്ല, നിങ്ങളെ സങ്കടങ്ങളിലേക്ക് ഇറക്കി വിട്ടിട്ട് കൈകെട്ടി നിൽക്കുന്ന ഒരു ദൈവമല്ല. അവൻ ഇതെല്ലാം കാണുന്നുണ്ട്, അവൻ ഇതെല്ലാം കാണുന്നുണ്ട്. സങ്കീർത്തനം 10:14 നമ്മളിങ്ങനെ വായിക്കും, എൻ്റെ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അവൻ കാണുന്നുണ്ട്, അവൻ അതെല്ലാം ഏറ്റെടുക്കും. എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ ക്ലേശങ്ങളും അവൻ കാണുന്നുണ്ട്, അവൻ അതെല്ലാം ഏറ്റെടുക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറ ഹല്ലേലൂയാ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയ്ക്ക് അപ്പുറമാണെന്ന് തോന്നിയാൽ ഓർക്കണം, കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 10:13 പൗലോസ് ശ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് താങ്ങാൻ പറ്റാവുന്ന പ്രലോഭനങ്ങളെ കർത്താവ് നമുക്ക് അനുവദിക്കുകയുള്ളൂ. താങ്ങാൻ പറ്റില്ലെന്ന് തോന്നിയാൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് തരും. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഈ ഒരു 10 ലക്ഷം രൂപ കടം എനിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്. പക്ഷേ 10 ലക്ഷം രൂപ കടം നിന്റെ ജീവിതത്തിൽ ഈശോ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി കൂടി കർത്താവ് നിനക്ക് തരും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അത് ആ കടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് സങ്കടം ആയിക്കോട്ടെ, എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഇതെന്ന്. ചിലപ്പോൾ വ്യക്തികളെ നോക്കിയിട്ടായിരിക്കും, ജീവിത പങ്കാളിയെ നോക്കിയിട്ടായിരിക്കും, എനിക്ക് പറ്റുന്ന ഒരാളല്ല, എനിക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷെ നമ്മളത് ഏറ്റെടുക്കുകയാണ്. കാരണം ഈശോ നമ്മുടെ സങ്കടങ്ങളെല്ലാം ഏറ്റെടുത്തു. നിനക്ക് താങ്ങാൻ പറ്റുന്ന വേദന അവൻ തന്നിട്ടുള്ളൂ. താങ്ങാൻ പറ്റില്ലെന്ന് നിനക്ക് തോന്നിയാലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് നിനക്ക് തരും.